പിറവത്തെ വികസന മുരടിപ്പ് NDA MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നാല് വർഷം മന്ത്രിയായും 10 വർഷം MLA ആയും മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അനൂപ് ജേക്കബ് MLA വികസന വിരുദ്ധ സമീപനത്തിലും മണ്ഡലത്തിലെ സ്തംഭനാവസ്ഥയിലും പ്രതിഷേധിച്ച് NDA പിറവം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പിറവം പള്ളിക്കവലയിൽ നിന്നും ആരംഭിച്ച മാർച്ച് MLA ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് ഉയർത്തി പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ BJP ചോറ്റാനിക്കര മണ്ഡലം പ്രസിഡന്റ് TK പ്രശാന്ത് സ്വാഗതം ആശംസിച്ചു. പിറവം മണ്ഡലം പ്രസിഡന്റ് അരുൺ മാമലശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഒരു പ്രത്യേകതരം പ്രതിഭാസം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. ഈ ഇടവഴികളിലൂടെ എല്ലാം MLA ഫണ്ടിൽ നിന്നും 5 കോടി രൂപ അനുവദിച്ചു. ഈ വഴിക്ക് 10 കോടി രൂപ അനുവദിച്ചു. മറ്റേ വഴിക്ക് 12 കോടി രൂപ അനുവദിച്ചു. മറ്റൊരു വഴിക്ക് 50 കോടി രൂപ അനുവദിച്ചു എന്നുള്ള നിറയെ ഫ്ലെക്സ് ബോർഡുകൾ MLA മുഖം വെച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എല്ലാ ഇലക്ഷൻ കാലത്തും ഈ 14 വർഷമായി അനൂപ് ജേക്കബ് ഈ പിറവത്തിന്റെ MLA ആയിരിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും. പ്രതിഷേധ യോഗം BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PP സജീവ് ഉദ്ഘാടനം ചെയ്തു. NDAയും സംസ്ഥാന വ്യാപകമായിട്ട് 140 മണ്ഡലങ്ങളിലേക്കും MLA ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുന്ന ഒരു സമയമാണ്. എന്തിനാണ് ഈ സമരം എന്ന് ചോദിച്ചാൽ, കേരളത്തിൻ്റെ വികസന മുരടിപ്പിന് കാരണക്കാരായിരിക്കുന്ന MLA അത് ഭരണകക്ഷിയായിക്കൊള്ളട്ടെ, പ്രതിപക്ഷമായിക്കൊള്ളട്ടെ, മന്ത്രിമാരായിക്കൊള്ളട്ടെ, മുൻ മന്ത്രിമാരായിക്കൊള്ളട്ടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിക്കൊള്ളട്ടെ, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിക്കൊള്ളട്ടെ, അത്തരത്തിൽ കേരളത്തിലെ നിലവിലെ MLA ഓഫീസുകളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ NDAയുടെ നേതൃത്വത്തിൽ ശക്തമായ സമര പോരാട്ടങ്ങൾ നടക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചു, അധ്യക്ഷനും സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഈ കേരളത്തിൻ്റെ മണ്ണിൽ വികസന മുരടിപ്പാണ് ഉണ്ടായിരിക്കുന്നത്, സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയിൽ അങ്ങനെ നിൽക്കുന്ന ഈ കേരളത്തിൻ്റെ ഈ മണ്ണില് അതാത് മണ്ഡലങ്ങളില്, അസംബ്ലി മണ്ഡലങ്ങളില് MLA എന്തു വികസനം നടത്തി എന്നുള്ളതിനെ കുറിച്ചുള്ള ജനകീയ വിചാരണ നടത്തുവാൻ കഴിയുന്നതിന്റെ ആദ്യത്തെ സമരമായിട്ടാണ് ഇത്തരത്തിൽ MLA ഓഫീസ് മാർച്ച് നടത്തിയിരിക്കുന്നത്. ജനകീയ സമരങ്ങളിലേക്ക് വരുന്നു, ജനകീയ വിചാരണകളിലേക്ക് വരുന്നു. ആ ജനകീയ വിചാരണകളൊക്കെ ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊന്നുമല്ല, എന്താണ് കേരളത്തിലെ MLA നടപ്പിലാക്കിയിരിക്കുന്നത്, മന്ത്രിമാർ നടപ്പിലാക്കിയിരിക്കുന്നത്? അഴിമതിയും സ്വജനപക്ഷപാതവും മാത്രമാണ് കേരളത്തില് ഇവിടുത്തെ MLA മന്ത്രിമാരും നടപ്പിലാക്കിയിരിക്കുന്നത്. അതിനെ ചോദ്യം ചെയ്യുവാനായിട്ട് ഇവിടുത്തെ ഭരണകക്ഷി MLA കഴിയുകയില്ല, ഇവിടുത്തെ പ്രതിപക്ഷ MLA കഴിയില്ല, ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസിന് കഴിയുന്നില്ല. ഭരണകക്ഷിയിലോ അവർ പറയുമായിരുന്നു, അവർക്ക് എല്ലാമായിട്ടുള്ള DYFIയുടെ സമര പോരാളികളെന്ന് കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞ DYFIക്ക് ശബ്ദമില്ല. അങ്ങനെ ശബ്ദമില്ലാതെ ഓക്സിജൻ പാർലറിൽ കിടക്കുന്ന NDA നിയോജക മണ്ഡലം കൺവീനർ MN മധു, നിയോജക മണ്ഡലം ഇൻചാർജ് ET നടരാജൻ, BDJS ജില്ലാ ജനറൽ സെക്രട്ടറി MA വാസു, 2020 ജില്ലാ കോർഡിനേറ്റർ PY എബ്രഹാം, JSS മണ്ഡലം പ്രസിഡന്റ് ശശി ഇലഞ്ഞി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഒരു സ്ഥാപനമെങ്കിലും ഈ MLA വക സംഭാവനയുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സമരം സംഘടിപ്പിക്കില്ലായിരുന്നു. നമുക്കറിയാം, ഈ പിറവത്തിന്റെ ഈ സമീപ പ്രദേശങ്ങളില് നിരവധിയായിട്ടുള്ള സർക്കാർ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇറിഗേഷന്റെ ആയാലും, മൂവാറ്റുപുഴ വാലി ഇറിഗേഷന്റെ ആണെങ്കിലും, റവന്യൂവിന്റെ ആണെങ്കിലും, അങ്ങനെ നിരവധിയായിട്ടുള്ള സർക്കാർ സ്ഥാപനങ്ങള് എന്റെ മുമ്പിലും എന്റെ പുറകിലും ഉണ്ടായിരുന്നു എന്നുള്ളത് പിറവത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
ആ സ്ഥാപനങ്ങളൊക്കെ ഓരോ ദിവസം കഴിഞ്ഞ 14 വർഷത്തിനുള്ളിൽ രാത്രികാലങ്ങളിൽ സമീപ പ്രദേശമായ മൂവാറ്റുപുഴയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ KSRTCയുടെ ശോചനീയാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിലെ എല്ലാ ഭാഗത്തേക്കും ഇവിടുന്ന് ബസ് സർവീസ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്ത വിധത്തിലേക്ക് അദ്ദേഹം ഒതപ്പതിച്ചു എന്ന് നമ്മൾ പറയാതെ തന്നെ അറിയാം. നേരത്തെ CMN മധുവർ വേണ്ടി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ കുടിവെള്ള പ്രശ്നമാണ് പുറം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം രൂക്ഷമായിട്ടുള്ളത്. അദ്ദേഹം ആ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നയാളാണ്. എന്നിട്ട് പോലും ഈ ജനങ്ങളൊന്നാകെ പിറവം MLAക്കെതിരെ ഒരു ഉപരോധം സൃഷ്ടിക്കുമ്പോൾ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പിറവത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് ഒരു MLAയെ തിരഞ്ഞെടുത്തു. ആ MLA റോഡ് തകർന്ന് തരിപ്പണമായിട്ട് നാളെ ഇന്ന് വരെ കാർ യാത്രയ്ക്ക് വേണ്ടി കക്കാട്ടുള്ള പ്രവർത്തകർ വീടാൻ ഒപ്പുചേരുകയാണ്. BJP ജില്ലാ ഭാരവാഹികളായ VS സത്യൻ, M ആശിഷ്, സിജു ഗോപാലകൃഷ്ണൻ, അംബിക ചന്ദ്രൻ, ഷീജ പരമേശ്വരൻ, റോയ് എബ്രഹാം, 2020 കോർഡിനേറ്റർ ജിബി എബ്രഹാം, BJP മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ PS അനിൽകുമാർ, ലിൻഡോ വിൽസൺ, KS പ്രദീപ്, TG അജികുമാർ, മുനിസിപ്പൽ കൗൺസിലർ ഉണ്ണി വല്ലയിൽ, 2020 മണ്ഡലം പ്രസിഡന്റ് രാജു തുടങ്ങിയവർ പങ്കെടുത്തു.